നമസ്കാരം. ദിശ അക്കാഡമിയുടെ ഓൺലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇംഗ്ലീഷ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിനോണിമിനെ കുറിച്ചാണ്. സിനോണിംസ് എന്ന് പറയുന്നത് നമുക്കറിയാം, മലയാളത്തിൽ നമ്മൾ അതിനോട് പറയുന്ന പര്യായ പദങ്ങൾ, അതിനോട് അതേ അർത്ഥം തരുന്ന വാക്കുകളെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുക. പര്യായ പദങ്ങൾ, വിപരീത പദങ്ങൾ, സെയിം മീനിങ്സ് അല്ലെ. ദെൻ വിപരീത പദങ്ങൾ, ആന്റോണിംസ്. ഇപ്പോൾ ഇങ്ങനത്തെ ഏരിയാസിൽ നിന്നൊക്കെ നമുക്കറിയാം എല്ലാ എക്സാംസിലും മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് സിനോണിം, ആന്റോണിം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസ്. ഇവയെല്ലാം എല്ലാ എക്സാമിലും നമ്മൾ ഈ ഒരു SSCO ബാങ്ക് എന്ന് മാത്രം അല്ലാതെ നമ്മൾ ഏതൊരു എക്സാമിനെ എടുത്ത് പറഞ്ഞാലും എല്ലാ എക്സാംസിലും നിർബന്ധമായും ചോദിക്കുന്ന ഏരിയാസ് ആണ് ഇവ. നമുക്കറിയാം, ഇവ നമുക്ക് വൊക്കാബുലറി എന്നുള്ള ഒരു ടൈറ്റിലിന് കീഴിൽ വരുന്ന ഏരിയയാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്കിത് ക്ലാസ്സസിലൂടെ മാത്രം പഠിക്കേണ്ട ഒന്നാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും സിനോണിം, ആന്റോണിം, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, ഫ്രേസ്, ഇങ്ങനത്തെ കുറേ ഏരിയാസ് ഒക്കെ നിരന്തരമായി ചോദിക്കുന്ന കുറേ വേർഡുകൾ ഉണ്ട്. കുറേ വേർഡുകൾ റിപ്പീറ്റഡ് ആയിരിക്കും. എങ്കിലും വൊക്കാബുലറി നന്നായി പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് വലിയൊരു എഫേർട്ട് ഒന്നും അല്ല, വലിയൊരു ടാസ്ക് ഒന്നും അല്ല ഇത്. പക്ഷെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക. നമുക്ക് കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ പത്രങ്ങളിൽ കാണുന്ന വാർത്തകൾ ശ്രദ്ധിക്കുന്നോ, അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റിലോ, അല്ലെങ്കിൽ എവിടെ തന്നെയാണേലും നമ്മൾ കാണുന്ന ചില വാക്കുകളെ അതൊന്ന് സെർച്ച് ചെയ്യുക, അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ സിനോണിം, ആന്റോണിമിലൊക്കെ പഠിക്കാനുള്ളത്. അല്ലാതെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്ര നമ്പർ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സിലബസ് വെച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല വൊക്കാബുലറി എന്ന് നിങ്ങൾക്കറിയാം. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ സെഷനിൽ പാർട്ട് 1, സിനോണിമിന്റെ പാർട്ട് 1 എന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സിനോണിംസും അതിനെ എങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് പോകുന്ന രീതിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനു മുൻപത്തെ നമ്മുടെ സെഷനുകളിലൊക്കെ, നമ്മൾ ഏതൊരു എക്സാം എഴുതുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ എക്സാമിന്റെ ഡയറക്ഷൻസ് വായിക്കണം എന്നുള്ളതാണ്. അത് നിർബന്ധമായ കാര്യമാണ്. കാരണം അതിലൂടെയാണ് നമുക്ക് എങ്ങനെയാണ് ആൻസർ, എങ്ങനെയാണ് എന്താണ് ഈ ചോദ്യം, ഏതാണ്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ആ എക്സാമിന്റെ ഇൻസ്ട്രക്ഷൻ വായിച്ചേ മതിയാവും. അപ്പൊ നോക്കിയേ, ഇൻ ദീസ് ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 4 ഓൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ദെൻ ചൂസ് ദ വൺ വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഗിവൺ ബോൾഡ്. അപ്പൊ നമുക്ക് പൊതുവെ സിനോണിമിലും ആന്റോണിമിലും ഒരു ഫുൾ ക്യാപിറ്റൽ ലെറ്റർ, ഇപ്പൊ നമുക്ക് ABCD എന്നുള്ള എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററിൽ ബോൾഡിൽ നിങ്ങൾക്ക് ഒരു വേർഡ് തന്നിട്ടുണ്ടാവും. ഈ വേർഡിനോട് ചേർക്കാവുന്ന, അല്ലെങ്കിൽ ഈ വേർഡിന്റെ കറക്റ്റ് മീനിങ് അഥവാ സിനോണിം ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ആന്റോണിം ആയിരിക്കും, അല്ലെങ്കിൽ ഇഡിയം ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ഒരു ക്യാപിറ്റൽ ലെറ്ററിലുള്ള കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ടാവും. അതിനെങ്ങനെ കമ്പൈൻ ചെയ്തൊരു വേർഡ് ആയിട്ട് തന്നിട്ടുണ്ടാവും. ഈ വേർഡിന്റെ മീനിങ് ആണ് നമ്മൾ താഴെ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അത് ഓപ്പോസിറ്റ് മീനിങ് ആവാം, സെയിം മീനിങ് ആവാം, എന്ത് തന്നെ ആയാലും ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഉണ്ടാവുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്നോക്ഷ്യസ് എന്നുള്ള വാക്കാണ്. ഒബ്നോക്ഷ്യസ് എന്ന വാക്കിന്റെ മീനിങ്ങും നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ സൊല്യൂഷനിലേക്ക് എത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഹിയർ ഒബ്നോക്ഷ്യസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി അൺപ്ലസന്റ് എന്നാണ് അർത്ഥം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിന്റെ മീനിങ് അറിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ എളുപ്പമാണ്. ഓക്കെ, സോ ഒബ്നോക്ഷ്യസ് മീൻസ് എക്സ്ട്രീംലി അൺപ്ലസന്റ്. അതിയായ അസംതൃപ്തിയെയാണ് നമ്മൾ ഒബ്നോക്ഷ്യസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് ഡിപ്രസിംഗ്. ഓപ്ഷൻസ് ആർ ഡിപ്രസിംഗ്, ഡിസ്ഗസ്റ്റിംഗ്, അറോഗന്റ് ആൻഡ് ഫിൽത്തി. സോ ഹിയർ ഡിപ്രസിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി അൺപ്ലസന്റ് ആയ അവസ്ഥയല്ല. ഇറ്റ്സ് എ മെന്റൽ കണ്ടീഷൻ, ഡിപ്രഷൻ. ഓക്കെ, സോ ഇതല്ല. ദെൻ അറോഗന്റ് മീൻസ് some type of a behavior. Okay, so ഇതുമല്ല എന്ന് നമുക്ക് മനസ്സിലായി. Then filthy അല്ല. The correct answer is disgusting. Okay, ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടത്. So correct word meaning extremely unpleasant, disgusting means unpleasant nature, unpleasant.
or some sort of an irritation. അതിനാണ് നമ്മൾ ഡിസ്ഗസ്റ്റിംഗ് എന്ന് പറയുക. സോ obnoxious എന്ന വാക്കിന്റെ അതേ അർത്ഥമുള്ള വാക്ക് ഡിസ്ഗസ്റ്റിംഗ്. ഓക്കെ, സോ ദിസ് ഇസ് ദ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യേണ്ടത്. അത് നമുക്ക് ആദ്യം ഇതിന്റെ മീനിങ് അറിയണം. മീനിങ് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള വാക്കുകളെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പോകാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, covenant. The next word is covenant. Covenant means that an agreement എന്നാണ് ഇതിന്റെ മീനിങ്. Covenant means an agreement. Covenant means an agreement. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ സംഭവം എളുപ്പമായി. കവനന്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് എന്നാണ്. സോ വാട്ട് ഈസ് ദ ആൻസർ ഹിയർ? കേസ് is not an agreement. Coupon is not an agreement. Settlement is not an agreement. The correct word is contract. പിന്നെ that contract എന്ന് പറഞ്ഞാൽ തന്നെ ഒരു agreement ആണ്. So the correct word is contract. So correct answer is 3. 3 is the correct answer. നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ സാധിക്കും. ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്, വൊക്കാബുലറി മീനിങ് നമുക്ക് കുറച്ച് ധാരണ ഉണ്ടാവണം. നമുക്ക് മിനിമം ഗസ് ചെയ്യാൻ പറ്റണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ മീനിങ് ഉള്ള വാക്കുകളെ നമുക്ക് കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Then question number 3, difference. Question number 3, the pronunciation is difference. Difference എന്നാണ് ഈ വാക്കിന്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, സോ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊളൈറ്റ് സബ്മിഷൻ എന്നാണ് അർത്ഥം. പൊളൈറ്റ് സബ്മിഷൻ. ഡിഫറൻസ് മീൻസ് പൊളൈറ്റ് സബ്മിഷൻ or respect. Polite submission or respect, that is difference. So here അതിന്റെ അതേ അർത്ഥമുള്ള വാക്കിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാനാവും. ഇൻഡിഫറൻസ് അല്ല, that means respect ആവുന്നില്ല. sympathy is not a polite submission. ആണോ? sympathy എന്നുള്ളത് ഒരിക്കലും ഒരു polite submission അല്ല. and respect correct തന്നിട്ടുണ്ട്, flattery. the correct word is respect. റെസ്പെക്ട് എന്ന വാക്കാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന വാക്കിന് അതേ മീനിങ് ഉള്ളത്. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറും 3 ആണ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, അബ്രോഗേറ്റ്. അബ്രോഗേറ്റ് ഇസ് എ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. എന്താണ് അബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ? ആദ്യം നമുക്ക് വേർഡ് മീനിങ് അറിയണം. അതിനുശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെ മീനിങ്ങിലേക്ക് പോകാൻ പറ്റും. അബ്രോഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡു എവേ വിത്ത് എന്നാണ് അർത്ഥം. ഡു എവേ വിത്ത്. അബ്രോഗേറ്റ് മീൻസ് ഡു എവേ വിത്ത്. ഇറ്റ് മീൻസ് ദാറ്റ് മലയാളത്തിൽ നമ്മൾ റദ്ദാക്കുക എന്നൊക്കെ പറയും. മലയാളത്തിൽ നമ്മൾ ഇതിനെ റദ്ദാക്കുക എന്ന് പറയും. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ സിനോണിം കണ്ടെത്താൻ പറ്റും. റിപ്പീൽ, ഡിസ്ട്രോയ്, ഡിലേ, ഡിസ്മിസ്. കറക്റ്റ് ആൻസർ ഈസ് റിപ്പീൽ. ഫോർത്ത് വൺ ഈസ് റിപ്പീൽ. നമുക്കറിയാം ഇതൊന്നുമല്ല ഇതിന്റെ കറക്റ്റ് ആൻസർ. ദ ഫോർത്ത് വൺ, ദ കറക്റ്റ് ആൻസർ ഈസ് 1. കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത്. കറക്റ്റ് ആൻസർ ഈസ് 1. റിപ്പീൽ ഈസ് കറക്റ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ, ഇൻട്രപ്പീഡ്. ഇൻട്രപ്പീഡ് എന്നുള്ളതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ഇൻട്രപ്പീഡ്. ഇൻട്രപ്പീഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ഈസിയാണ്. ഇൻട്രപ്പീഡ് മീൻസ് ഫിയർലെസ്. ഇൻട്രപ്പീഡ് മീൻസ് ഫിയർലെസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സിനോണിമിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. ആംബിഷ്യസ്, ഡിറ്റർമൈൻഡ്, ടോക്കേറ്റീവ്, ഫിയർലെസ്. ആക്ച്വലി നമുക്ക് അതുപോലെ തന്നെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ദ കറക്റ്റ് ആൻസർ ഈസ് ഫിയർലെസ്. സിമ്പിൾ. ഇങ്ങനെയാണ് നമ്മൾ സിനോണിമിനെ പഠിക്കേണ്ടത്. ക്വസ്റ്റ്യൻ 6, grandeur. Grandeur. The correct pronunciation is grandeur. Grandeur എന്ന വാക്കിന്റെ ആദ്യം മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. Grandeur means magnificence is correct. Magnificence. The meaning is magnificence. Magnificence. Okay. Magnificence. So easy. We get the answer from this first option. Magnificence. Correct answer is magnificence. Magnificence എന്നാണ് അർത്ഥം. കറക്റ്റ് അതേ വാക്ക് തന്നെ നമുക്ക് അതേ മീനിങ് ഉള്ള വാക്ക് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ മാഗ്നിഫിസൻസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നെക്സ്റ്റ് വൺ, ഇൻസെപ്ഷൻ. ഇൻസെപ്ഷൻ. ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഈസ് ഇൻസെപ്ഷൻ. ദെൻ വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇൻസെപ്ഷൻ? ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ
establishment or starting point. Okay, inception means establishment or starting point. Establishment or starting point is, that is inception. Inception means establishment or starting point. So here ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻസ് ആർ ഇനീഷ്യേറ്റീവ്, ബിഗിനിങ്, ഇനീഷ്യൽ, ഒറിജിൻ. നമുക്ക് 4 സെന്റൻസ് വേർഡുകളും നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. ബട്ട് ഇനീഷ്യേറ്റീവ് മീൻസ് നോട്ട് an establishment or not a starting point. Okay, initiative means already അങ്ങനെ ഒരു വാക്കിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല. The next, initial is not a word, origin is not a word. The correct word is beginning. Establishment or starting point is called as beginning. So correct option, 7th question, correct option is 2. And next word, colossal. The correct pronunciation is colossal. Colossal. What is the word meaning of colossal? Colossal means extremely large or great എന്നാണ് അർത്ഥം. Extremely great or extremely large. Extremely great or extremely large എന്നാണ് ഇതിന്റെ മീനിങ്. സോ ഇതേ മീനിങ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഫേമസ്, വിഗറസ്, എനർജറ്റിക്, എനോമസ്. The correct word is enormous. Enormous. The correct word is enormous. ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നു. Then paradox. Paradox. So next word is paradox. That means contradictory. വിരോധാഭാസം എന്നൊക്കെ പറയുന്ന പോലെയുള്ള word ആണ്. And its meaning is contradictory. Contradictory is the meaning. Okay. Contradictory. Paradox means contradictory. Options are paradise, question, puzzle, challenge. നമുക്ക് contradictory എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. That means puzzle is a contradictory. Question is not, paradise അല്ല, challenge അല്ല. കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോകാൻ പറ്റും. 3 is the option. ഓക്കെ, ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിനോണിമിനെ സോൾവ് ചെയ്യാൻ പറ്റും. And the next, proliferate. The correct word is proliferate. The correct pronunciation of the word is proliferate. Here's proliferate എന്ന് പറഞ്ഞാൽ increasingly or rapidly in number എന്നാണ്. Increasingly or rapidly in number. That is proliferate. Increasingly or rapidly in number. So here we can eliminate the options and come to the conclusion, that is progression is not an increasingly or rapidly in number. Then prohibit, stipulate, no. The correct option is 4. Reproduce is the correct option. So proliferate means reproduce. Increasingly or rapidly in number, reproduce. That means here we know that number എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? നമ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വീണ്ടും റാപ്പിഡ് ആയിട്ട് വർദ്ധിപ്പിക്കുക. അതാണ്, അതുകൊണ്ട് ഇതിന് കറക്റ്റ് ആയിട്ട് വേർഡ് എന്താണ്? റിപ്രൊഡ്യൂസ് എന്ന വാക്കാണ് ഇതിലേക്ക് മാച്ച് ആവുക. സോ നമ്മൾ സിനോണിമിന്റെ പാർട്ട് 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചില വാക്കുകളാണ്, ചില ടഫ് ആയിട്ട് തന്നെ തോന്നുന്ന ചില വാക്കുകളാണ്. ആ വാക്കുകളുടെ മീനിങ്ങുകളിലേക്ക് പോയിട്ട് അതിനുശേഷം നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനെ ഓരോന്നായി എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്തി. നമ്മൾ ആ ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും സിനോണിം എന്താണെന്നും സിനോണിം എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നും എന്നുള്ള ഒരു സൂചന ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് വീണ്ടും നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.